പ്രിയ ഡീസൽ കൂട്ടുകാരെ, 2026 ജൂലൈ 19 ന്യൂയോർക്ക് സിറ്റിയിലെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ഇളകി മാറിയിരിക്കുകയാണ്. അർജന്റീന ഒരു ഗോൾ തോൽപ്പിച്ച് സ്പെയിൻ ഫിഫ ലോകകപ്പ് വിജയം നേടിയ നിമിഷം. സ്പെയിൻ ടീമിന്റെ മറച്ചുകരുടെ വിചാരങ്ങൾക്കും അർജന്റീനയുടെ മെസ്സി ഫാൻസിന്റെയും ആർത്തനാദങ്ങൾക്കും ഇടയിലൂടെ തനിക്ക് കിട്ടിയ സ്വർണ്ണ മെഡലും കൈ ഉയർത്തി ഗാലറിയിലേക്ക് നോക്കിക്കൊണ്ട് ഗ്രൗണ്ടിന്റെ അരികിലൂടെ ഒരാൾ ഓടുകയാണ്. അയാളുടെ പേരാണ് നിക്കോ വില്യംസ്, ആഫ്രിക്കൻ വംശജനായ സ്പാനിഷ് ഫുട്ബോൾ ടീം അംഗം. ഇക്കഴിഞ്ഞ ജൂലൈ 12 24 പിറന്നാൾ ആഘോഷിച്ചവൻ. മകനെ എന്ന വിളിയുമായി കാലിൽ നിന്നും ഇരു കൈകളും നീട്ടി നിന്ന മരിയ ആർത്തർ എന്ന അവന്റെ അമ്മയെ കണ്ടതും ഈറൻ അണിഞ്ഞ മിഴികളോടെ നിക്കോ തന്റെ മെഡൽ അമ്മയുടെ കഴുത്തിൽ ചാർത്തി. ചുറ്റും പതിഞ്ഞ ചാനലുകളോട് അവൻ പറഞ്ഞു, കളിക്കളത്തിൽ വളരെയധികം വേഗത്തിൽ ഓടാൻ കഴിയും എനിക്ക്, എന്നാൽ എൻ്റെ അമ്മയോളം വേഗത്തിൽ ഓടാനാവില്ല. കാരണം ജന്മനാടായ ആഫ്രിക്കയിലെ ഘാനയിൽ നിന്ന് രക്ഷപ്പെട്ട് സഹാറ മരുഭൂമി താണ്ടിയാണ് അമ്മയും അച്ഛനും സ്പെയിനിലെത്തിയത്. അതിനാൽ എൻ്റെ അമ്മയ്ക്കാണ് ഈ മെഡൽ എന്നെക്കാളും അർഹത. പ്രിയ കൂട്ടുകാരെ, ലോകം കൊതിച്ചിരുന്ന അനുപമ നിമിഷമാണിത്. നിക്കോ പറഞ്ഞ സത്യമാണ്. വെറും 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ ഘാനയിൽ നിന്നും അഭയാർത്ഥികളായി സഹാറ മരുഭൂമി കാൽനടയായി നടന്ന സ്പെയിനിലെത്തിയ ഫെലിക്സ് വില്യംസിന്റെയും മരിയ ആർത്തറിന്റെയും മക്കളാണ് സ്പാനിഷ് നാഷണൽ ഫുട്ബോൾ ടീം അംഗങ്ങളായ ഇനാക്കി വില്യംസ്, നിക്കോ വില്യംസ്. നിക്കോയുടെ കഥ കേട്ടപ്പോൾ ഘാനയിൽ നിന്ന് സഹാറ മരുഭൂമി വഴി സ്പെയിനിലെത്താനുള്ള ദൂരം ഗൂഗിൾ മാപ്പിൽ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കി. 5700 മുതൽ 6000 കിലോമീറ്റർ വരെയാണ് ആ മാതാപിതാക്കൾ നടന്നത്. കാൽനടയായി നടന്നാൽ ഏകദേശം 130 മുതൽ 150 ദിവസങ്ങൾ വരെ നടക്കണം ഈ ദൂരം പൂർത്തിയാക്കുവാൻ. ഒരു പക്ഷേ അവർ ഘാനയിൽ നിന്നും അൾജീരിയയിലൂടെ സഹാറ കടന്ന് ഒറാനിൽ നിന്ന് കപ്പൽ കയറി അലിഖാന്റെ തീരത്തിറങ്ങി ആഗോസ്റ്റയിലൂടെ സ്പെയിനിൽ എത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വെസ്റ്റ് സഹാറ വഴി നടന്ന് മൊറോക്കോ കടന്ന് ജിബ്രോട്ടർ കടലിലൂടെ സ്പെയിനിൽ എത്തിയിട്ടുണ്ടാവും. കൂട്ടുകാരെ, നിങ്ങളുടെ ഇന്നലേക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ നടന്നു തീർത്ത ഇന്നലകൾ എത്ര പേർക്കറിയാം? എൻ്റെ മാതാപിതാക്കളും നിങ്ങളുടെ മാതാപിതാക്കളും ജീവിതത്തിൽ നിരവധി സഹാറ മരുഭൂമി യാത്രകൾ നടത്തിയിട്ടുള്ളവരാണ്, തീർച്ച. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി പകൽ പലപ്പോഴും 60 ഡിഗ്രി ചൂട്, ചുട്ടുപൊള്ളുന്ന മണൽപ്പെരിപ്പിലൂടെ കോടിയ വിശപ്പും ദാഹവും സഹിച്ച് എത്തിച്ചേരുന്ന കാനാൻ നാട്ടിൽ തേനും പാലും ഒഴുകണേ എന്ന് ഓരോ കിതപ്പിലും പ്രാർത്ഥിച്ച് വിയർത്തൊലിച്ചു നടന്ന നിക്കോയുടെ മാതാപിതാക്കൾ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളുമാണ്. കടബാധ്യതകളുടെയും രോഗങ്ങളുടെയും പരാജയഭീതിയുടെയും പാണ്ഡങ്ങളുമായി ജീവിതത്തിൻ്റെ സഹാറ താണ്ടുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ഈ ജീവിതയാത്രയിൽ സ്നേഹത്തിൻ്റെ നേരുകളും സത്യസന്ധതയുടെ വെൺമേഘത്തണലും വിശ്വസ്തതയുടെ ദീപസ്തംഭങ്ങളുമാകാൻ മക്കളായ നമുക്ക് കഴിയണം. അവരുടെ അധ്വാനത്തിൻ്റെ അളവറിയണം. അവർ നമുക്കായി താണ്ടിയ സഹാറകളുടെ ദൂരം അറിയണം. അപ്പോൾ തൻ്റെ പൊന്നു മക്കളുടെ അമ്മയുടെ വരില്ല ഈ പൊന്നിൻ്റെ മെഡൽ എന്ന് തിരിച്ചറിഞ്ഞ നിക്കോയെപ്പോലെ അമ്മയുടെ കഠിനാധ്വാനത്തിൻ്റെയും സ്ഥിതി പരിശ്രമത്തിൻ്റെയും വേർപ്പുകൾ പതിച്ച ജീവിതമാണ് മെഡലിന് ഉയർത്തിയത്. അമ്മ പൊന്നമ്മയല്ലേ, തങ്കമ്മയാണ്. തനി തങ്കം കൊണ്ടെൻ്റെ ഹൃദയത്തിൽ പതിഷിച്ച എൻ്റെ തങ്കമ്മ, സ്വന്തം കൊച്ചാട്ടൻ.